വാദങ്ങൾ പൊളിയുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അഗാന്ധ അമീബയെക്കുറിച്ചുള്ള പഠനം സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. 2013 പ്രസിദ്ധീകരിച്ചതായി മന്ത്രി അവകാശപ്പെടുന്ന റിപ്പോർട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ, അതായത് 2018 ഇന്ത്യൻ ജേണൽ ഓഫ് മൈക്രോബയോളജി പ്രസിദ്ധീകരിച്ചതാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പഠന റിപ്പോർട്ടിന്റെ ഒരു പേജ് മാത്രം വീണ ജോർജ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത്. ഗവേഷണ പ്രബന്ധത്തിൽ നിന്നും പ്രസിദ്ധീകരണ തീയതി മന്ത്രി ഒഴിവാക്കിയിരുന്നു. 2013 ജനുവരി മുതൽ ഡിസംബർ വരെ നടന്ന പഠനത്തിന്റെ റിപ്പോർട്ട് 2013 തന്നെ പ്രസിദ്ധീകരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാദം. ഉമ്മൻചാണ്ടി സർക്കാരും ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ശ്രദ്ധിച്ചില്ലെന്നും മന്ത്രി ആരോപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ അന്ന ചെറിയനും ആർ ജ്യോതിയുമാണ് നേത്രപടലത്തിൽ അൾസർ ബാധിച്ച രോഗികളിൽ പഠനം നടത്തിയത്. 2018 ജനുവരി മാർച്ച് എന്നതാണ് ജേണലിൽ നൽകിയിട്ടുള്ളത്. അഗാന്ധ അമീബിയ എന്ന വിഭാഗത്തിലുള്ള അമീബിയാണ് 64% രോഗികളിലും രോഗകാരണമെന്ന് കണ്ടെത്തി. കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് അമീബ ബാധയുണ്ടായതായി സംശയിക്കുന്നതെന്നും പറയുന്നുണ്ട്. 350 രോഗികളിലായിരുന്നു പഠനം നടന്നത്. തിരുവനന്തപുരത്ത് 255 പേർക്കും, കൊല്ലത്ത് 69, പത്തനംതിട്ട 6, ആലപ്പുഴ 5, കോട്ടയത്ത് 4 പേർക്കും അഗാന്ധ അമീബിയ കാരണമാണ് രോഗമുണ്ടായതെന്ന് റിപ്പോർട്ടിലുണ്ട്.